മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും തിരുവിതാംകൂർ മേഖലയിൽ സിംഗപ്പൂരിലും അതുപോലെ മലേഷ്യയിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകൾ. ഇവരുടെ കൂടെ പണം ഉപയോഗിച്ചിട്ടാണ് ആ കാലഘട്ടത്തിൽ SN കോളേജിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ SN കോളേജ് സ്ഥാപിക്കുന്നതിൽ മുസ്ലിങ്ങൾക്കൊരു വലിയ പങ്കുണ്ടായിരുന്നു എന്നാണ് ഇതിനർത്ഥം. മാത്രമല്ല, ഇനി നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം കാണാൻ പറ്റും. ഈ 1948 SN കോളേജ് രൂപീകരിച്ചതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1952 SN ട്രസ്റ്റ് ഉണ്ടാകുന്നത്. ഈ SN ട്രസ്റ്റിൻ്റെ ട്രസ്റ്റികളിൽ ഒരാള്, അതിന് ഡയറക്ടർമാരിൽ ഒരാള് തങ്ങൾ കുഞ്ഞു മുസ്ലിയാരാണ്. അതായത് ഒരു മുസ്ലിമായിട്ടുള്ള തങ്ങൾ കുഞ്ഞു മുസ്ലിയാരാണ് SN ട്രസ്റ്റിൻ്റെ ഡയറക്ട് ബോർഡിൽ അംഗമായിരുന്ന ആള്. മാത്രമല്ല, അദ്ദേഹം SNDPയുടെ കൂടെ ഡയറക്ട് ബോർഡിൽ അംഗമായിരുന്നു. നമുക്കറിയാം, G. പ്രിയദർശൻ എന്ന് പറയുന്ന വളരെ പ്രമുഖനായിട്ടുള്ള ചരിത്രകാരനാണ്. പ്രത്യേകിച്ചും ഈഴവ സമുദായത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് ഈ കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, കൊടുങ്ങല്ലൂർ, നമുക്കെല്ലാവർക്കും കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട മുസ്ലിം കേന്ദ്രങ്ങളിലൊന്ന്. ഈ കൊടുങ്ങല്ലൂർ വളരെ പ്രധാനപ്പെട്ട ഒരു ധനാഢ്യനാട് മണപ്പാട് കുഞ്ഞുമുഹമ്മദ് ഹാജി എന്ന് പറയുന്നത്. ഈ മണപ്പാട് കുഞ്ഞുമുഹമ്മദ് ഹാജി SN ട്രസ്റ്റിന് വേണ്ടി, SNDPക്ക് വേണ്ടി ഇതുപോലെ തന്നെ 50കളിൽ 25 ഏക്കർ ഭൂമി നൽകിയിട്ടുണ്ട്. ഈ 25 ഏക്കർ ഭൂമി അദ്ദേഹം SNDPക്ക് മാത്രമല്ല നൽകിയത്. ആ കാലഘട്ടത്തിലെ കോളേജുകൾ തുടങ്ങുന്ന NSSനും അദ്ദേഹം ഭൂമി നൽകിയിട്ടുണ്ട്. ശ്രീശങ്കര കോളേജിലും അദ്ദേഹം പണം നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ആ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിലെ ധനാഢ്യർ ആ കാലഘട്ടത്തിലെ സമുദായ സംഘടനകളുടെ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പണം നൽകിയിരുന്നു എന്നാണ് അതിനർത്ഥം. അത് വെള്ളാപ്പള്ളി നടേശൻ വിചാരിക്കുന്നത് പോലെ മുസ്ലിങ്ങളുടെ ധനാഢ്യർ അതിന് മുടക്കുകയല്ല ചെയ്തത്, അവർ അതിനു വേണ്ടി പണം മുടക്കുകയാണ്